ഓം വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. അമൃതസ്വരൂപികളായ ആത്മഭാവങ്ങളെ, ഭഗവത്ഗീതയിലെ മർമ്മങ്ങൾ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ഭോഗാസക്തി നാശത്തിലേക്കുള്ള വഴി. ഭോഗൈശ്വര്യപ്രസക്താനാം തയാപഹൃതചേതസാം വ്യവസായികാത്മികാ ബുദ്ധി സമാദൗ ന വിധീയതേ. ഭൗതിക സുഖഭോഗങ്ങളുടെ ആകർഷണങ്ങൾക്ക് വഴങ്ങി അവ ആർജിക്കാനും അനുസരിക്കാനും വെമ്പുന്ന ചിത്തവൃത്തികളോട് കൂടിയവരുടെ ബുദ്ധി ഒരിക്കലും ഏകാഗ്രവും നിശ്ചലവുമാകുകയില്ല. അവർക്ക് ശാന്തിയും സമാധാനവും കൈവരിക്കാൻ കഴിയുകയുമില്ല. പ്രിയരെ, ദുര്യോധനൻ എങ്ങനെയാണ് അധർമ്മത്തിന്റെ പ്രതിനിധിയായത്? അധികാരവും സമ്പത്തും ഭോഗവസ്തുക്കളും പിടിച്ചടക്കി അനുഭവിക്കാനുള്ള ആസക്തി വർദ്ധിച്ചതോടെ അയാൾ അധർമ്മിയായിത്തീർന്നു. അതോടെ അയാൾ പാണ്ഡവന്മാരെ ദ്രോഹിക്കാനും വഞ്ചിക്കാനും നശിപ്പിക്കുവാനുമുള്ള വഴികൾ ഒന്നൊന്നായി അന്വേഷിച്ച് കണ്ടുപിടിക്കാനും തുടങ്ങി. ഇതിന്റെ ഫലമായി വളർന്ന ശത്രുത അയാൾക്ക് മാത്രമല്ല, അയാൾക്കുണ്ടായിരുന്ന ബന്ധുജനങ്ങൾ ഉൾപ്പെടെ സകലത്തിന്റെയും നാശത്തിലേക്ക് കലാശിച്ചു. ആധുനിക ജീവിതം സുഖഭോഗപ്രധാനമാണ്. ദൈനംദിന ജീവിതത്തിൽ ഉപഭോഗ സംസ്കാരം ശക്തിയാർജിച്ചു വരികയാണ്. വൻകിട വ്യവസായികൾ റേഡിയോ, ടെലിവിഷൻ, സിനിമ, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് എന്നുവേണ്ട എല്ലാ മാധ്യമങ്ങളും ഇതിനുവേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം സുഖഭോഗ പദാർത്ഥങ്ങൾ സുലഭമായി തീരുന്നു എന്ന കാരണത്താൽ അവൻ പ്രചാരണ മാധ്യമങ്ങളുടെ വലയിൽ ചെന്ന് വീഴുന്നു. വലിയ ആപത്ത് പതുങ്ങിയിരിക്കുന്നത് അവൻ അറിയുന്നില്ല. സ്വധർമ്മം അനുഷ്ഠിക്കാതെ സുഖഭോഗങ്ങളിൽ മുഴുകുന്ന വ്യക്തിയും സമൂഹവും നാശമടയും എന്നതിന് ചരിത്രം സാക്ഷിയാണ്. ഭോഗങ്ങളിൽ ആർത്തിവെക്കാതെ ജീവിക്കുന്നവർക്ക് മാത്രമേ യഥാർത്ഥമായ ശാന്തിയും ആനന്ദവും കൈവരികയുള്ളൂ. സ്നേഹപൂർവം, രഞ്ജൻ കയനാടത്ത്.